എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡെന്നി. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് മിക്ക കേരളൈറ്റ്സും അരി കൊണ്ടുള്ള ആഹാരങ്ങളാണ് കഴിക്കാറുള്ളത്. അതൊന്ന് മാറ്റിപ്പിടിച്ചിട്ട് നമുക്ക് ഓട്സിൻ്റെ ഒരു പുട്ട് ഉണ്ടാക്കി നോക്കാം. ചിലരൊക്കെ ഓട്സിൻ്റെ പുട്ട് ഉണ്ടാക്കാറുണ്ട്. എന്നാലും എനിക്ക് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്വേക്കറിൻ്റെ ഓട്സാണ്. ഞാൻ 2.5 കപ്പ് ഓട്സാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിന് ആവശ്യമായ ഉപ്പും ഞാൻ കുറച്ച് ജീരകവും ഇടാറുണ്ട്. അപ്പം അത് നമുക്ക് ആഡ് ചെയ്യാവേ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അധികം ഉപ്പ് വേണ്ട കേട്ടോ. ഓട്സിനൊരു ഉപ്പ് ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ ജീരകം. എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ ജീരകം. അതൊന്ന് ചതച്ച്, അധികം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ കുറച്ചിട്ടാൽ മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഒക്കെ ഇട്ടാൽ മതി. ഞാൻ ആ ജീരകം ഒന്ന് ചതച്ചിട്ടിടുന്നത്. ഇനി ഇത് കുറേശ്ശെ വെള്ളം, ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് മൊത്തം ഒന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഓവർ വെള്ളമാണെങ്കിൽ അത് ഭയങ്കര കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് നമുക്ക് നനച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിൽ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 5 to 10 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് അത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നല്ല കറക്റ്റ് സോക്കാകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവുണ്ടെന്ന് തോന്നിയാൽ കുറേശ്ശെ അങ്ങനെ തിളച്ചാൽ മതി. ഞാനിപ്പോൾ ഈ 1 കപ്പ് എടുത്തിട്ട് 1/2 കപ്പിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക, ഓവറായി പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇനി അതിനകത്ത് ആവശ്യമായത് ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ടേക്കുന്നത്, ചെറിയ തേങ്ങ. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. തേങ്ങ നേരത്തെ ഇട്ട് വെക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തേങ്ങയ്ക്ക് ഇച്ചിരി കുറച്ച് പാലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വെള്ളം കറക്റ്റ് ആകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഓട്സിൻ്റെ വെള്ളം ഒന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാമെന്ന് ഓർത്തത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ജസ്റ്റ് ഒരു പൾസ് ബട്ടണിലൊന്ന് കറക്കാം. ഞാനിത് മിക്സിക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് 2ആയിട്ടിട്ട് അടിക്കാവുള്ളൂ കേട്ടോ, ഒരുമിച്ചിട്ടാൽ കുഴഞ്ഞു പോവേ. ഇത് കറക്റ്റായിട്ടുണ്ട് കണ്ടോ. നല്ല കറക്റ്റ് ചെറിയ ആ ഫ്ലേക്സ് എല്ലാം ഒന്ന് പൊടിഞ്ഞ് നല്ല കറക്റ്റ് പൊടിയായിട്ടുണ്ട്, പുട്ടിൻ്റെ പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്കത് പുട്ടിൻ്റെ പാത്രത്തിലിട്ട് കൊടുത്ത് വെച്ച് വേവിക്കാം, അടുപ്പിൽ വെച്ച് വേവിക്കാം. എൻ്റെ കയ്യിലിരിക്കുന്നത് ചിരട്ടപ്പുട്ടാണ്. നിങ്ങൾക്ക് പുട്ടിൻ്റെ കുറ്റിയാണെങ്കിൽ അതിനകത്ത് വെക്കാം, ചിരട്ടപ്പുട്ടിൻ്റെ ആണെങ്കിൽ അത് വെക്കാം. ഏത് വേണം, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ അതിൻ്റെ അടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പുട്ടിനകത്ത് നന്നായിട്ട് തേങ്ങ ഇടുന്നതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലും ഇട്ട് തേങ്ങ, മേളിലും തേങ്ങ ഇട്ടു. ഇനി നമുക്ക് കുക്കറിൻ്റെ മേളിൽ വെക്കാം, വിസിലിൻ്റെ മേളിൽ. എൻ്റെ പുട്ട് വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സായി, 5 to 6 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. പുട്ട് കണ്ട നല്ല നമ്മുടെ പുട്ട് നല്ല റെഡി ആയതുകൊണ്ട് നല്ല പൊട്ടി നല്ല സോഫ്റ്റ് അടിപൊളി പുട്ടാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒരു വെറൈറ്റി പുട്ടാണ്. അതിനകത്ത് ഞാൻ ആഡ് ചെയ്തേക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ജീരകമാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. D-Dine എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പം മറ്റൊരു റെസിപ്പിയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.